ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വേൾഡ് ഫേമസ് ആയ ഹൈദരാബാദി ഹലീമായിട്ടാട്ടോ. അപ്പോൾ ഈ റംദാനൊക്കെ ആയാൽ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം ഒരു ഹലീമൊക്കെ ഉണ്ടാക്കി വെക്കൂലേ. അപ്പോൾ വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇത് ഹലീമിന് വേണ്ടി ഞാനിവിടെ ഫസ്റ്റ് എടുത്തത് ഗോതമ്പാണ് കേട്ടോ. വൈറ്റ് ഗോതമ്പിൽ നമ്മൾ അലീസിൻ്റെ ഒക്കെ ഗോതമ്പ്, അതൊരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ വേറൊരു കപ്പ് എടുത്ത് അതിലേക്ക് 1/4 കപ്പ് ബസ്മതി റൈസ്. ഇനി എടുക്കുന്നതൊക്കെ ഞാൻ 1 ടേബിൾ സ്പൂൺ ആട്ടോ. 1 ടേബിൾ സ്പൂൺ മസൂർ ദാൽ, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, നമ്മളെ കറിപ്പരിപ്പില്ലേ അത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്, പിന്നെ ഒരു 4-5-6 ബദാം, അതുപോലെ ഒരു 5-8 കാഷ്നട്ടും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു 3-4 മണിക്കൂർ, ഒരു 5-6 മണിക്കൂർ കുതിർത്തി വെക്കാം. നിങ്ങൾക്കിത് പെട്ടെന്ന് സോക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ഹലീമിലേക്കുള്ള ബീഫ് ആക്കിയെടുക്കാം. ഞാനിവിടെ ബീഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മട്ടൺ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടോ. ഇതിലേക്ക് ഞാനിതാ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നവരെ ഫ്രൈ ആക്കിയിട്ട് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു 4 വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കൂലേ, ഫ്രൈ ചെയ്തെടുക്കൂലേ, അതേപോലെ നമുക്കൊന്ന് നല്ലോണം തന്നെ ഈ ഉള്ളി വറുത്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ പകുതി ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഉള്ളിയിലേക്ക് ഞാനിതാ 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഇട്ടെടുത്തു കേട്ടോ. ഇനി ഞാനിതാ ഇതിലേക്ക് ബീഫ് ഇട്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് കേട്ടോ എടുത്തുക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. പരിപ്പുകളൊക്കെ ഇതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് ബീഫ് ഇട്ടിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ വരുന്നത് വരെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണിൽ കുറവ് ജീരകം, നമ്മളെ ചെറിയ ജീരകമില്ലേ, അതും കൂടെ ചേർത്തെടുത്ത് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആട്ടോ വെച്ചത്, അത് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ചും മല്ലിയും പുതിനയിലയും പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു. ഈ മസാലൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങൻ്റെ ജ്യൂസും കൂടെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് പുളിക്ക് വേണ്ടി വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ആവാണ്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതാ ഒരു 8 വിസിൽ വരെ കുക്കർ അടിച്ചിട്ട് വിസിലടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ വിസിലൊക്കെ വന്ന് ചൂടൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യാണ്. നമ്മളെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പയറുവർഗ്ഗങ്ങളില്ലേ, അതൊക്കെ ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഫുള്ളും എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. നിങ്ങളിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ പയറൊക്കെ ചേർക്കുന്നതിന് മുന്നേ ചിക്കൻ മാറ്റി വെച്ചിട്ട് വേണം പയറൊക്കെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ പരിപ്പിൻ്റെയൊക്കെ മുകളിലേക്ക് നിൽക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പരിപ്പിനൊക്കെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, നമ്മളെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 2 കഷ്ണം പട്ട, ഒരു 3 ഏലക്ക കുത്തിയത്, അതേപോലെ ഒരു 3 ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ തന്നെ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതൊരു 6 to 8 വിസിൽ വരെ അടിച്ചിട്ട് നമുക്ക് പരിപ്പൊക്കെ നല്ലോണം ഫൈനായിട്ട് വേവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 8 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ പയറും എല്ലാം ഗോതമ്പും എല്ലാം തന്നെ പരിപ്പ് എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇത് വേവിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടി പിടിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കുറേ വിസിലിട്ട് അടിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ വിസിൽ ഒഴിവാക്കിയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം പോരെങ്കിൽ വെള്ളം ഈടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത് നമുക്ക് നല്ലോണം കുത്തിയെടുക്കാം. നമ്മൾ പൊട്ടറ്റോ മാഷറൊക്കെ ഇല്ല, അതൊക്കെ യൂസ് ആക്കിയിട്ട് ഇങ്ങനെ കുത്തിയെടുക്കട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഒരു സ്പൂൺ കൊണ്ട് കുത്തിയിട്ട് എനിക്ക് പറ്റാത്തതിനെ കൂടെ നമ്മൾ ഇഞ്ചിയൊക്കെ കുത്തുന്ന ഈ സാധനമില്ലേ അത് വെച്ചിട്ട് ഞാൻ നല്ലോണം അങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് കുത്താൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലെ ബീഫൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് നമ്മൾ ഇതിൻ്റെ പകുതിയല്ല ഒരു 1/4 ഭാഗം പരിപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം അടിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഈടാക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് പാൽ ഈടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു 1/4 ഭാഗം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അധികം ലൂസായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ലൂസാവണം തോന്നിയതിനെ കൊണ്ട് അപ്പോൾ 1 കപ്പ് ഫുള്ളും തന്നെ ഇതിലേക്ക് ഈടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം നമുക്കൊന്ന് ഇത് ഇളക്കി നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതേപോലെ നിങ്ങൾക്ക് പാലിന് പകരമോ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് യൂസ് ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ, ഏകദേശം ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹലീം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിപ്പോൾ വെച്ചിരിക്കുന്നവരും മീൻസ് ഇതിൻ്റെ ചൂട് തണിയുന്നവരും ഇത് ടൈറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ലൂസ് ആവണമെങ്കിൽ നമ്മൾ ചേർക്കുന്ന പാല് കുറച്ചും കൂടെ ഏടാക്കി കൊടുത്താൽ നമുക്കിത് കുറച്ചും കൂടെ ലൂസായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മല്ലിയിലയും പുതിനയിലയും അതേപോലെ ഫ്രൈഡ് ഒനിയൻസും കാഷ്നട്ടെല്ലാം കൂടെ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പുളി വേണം തോന്നുകയാണെങ്കിൽ ഈ ടൈമിൽ ഒരു ചെറുനാരങ്ങൻ്റെ ഹാഫും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഞാൻ നെയ്യ് മെൽട്ടാക്കിയിട്ട് ഏടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നെയ്യ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹലീമ നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കി കിട്ടി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിലും കൂടെ കുറച്ചും കൂടെ ലൂസാവുന്ന വേണമെങ്കിൽ പാൽ ഈടാക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കഴിക്കാം. അതുമല്ല ഇത് ഭയങ്കര ബെനിഫിറ്റുകളാണ്, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഹെൽപ്പാക്കും. കാരണം നമ്മളിതിലേക്ക് കുറേ പയർവർഗ്ഗങ്ങളൊക്കെ യൂസാക്കിയതല്ലേ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കുക, എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങളിത് ഉണ്ടാക്കിയാൽ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.